ചിന്നക്കനാലിൽ മാത്രമല്ല ജില്ലയുടെ പല ഭാഗത്തും വനംവകുപ്പിന്റെ കടന്നുകയറ്റം വ്യാപകമായി നടക്കുകയാണെന്ന് മുൻ DCC പ്രസിഡന്റ് റോയി കെ പൗലോസ്. വനംവകുപ്പ് മന്ത്രിയുണ്ടോ എന്ന് പോലും അറിയില്ല. ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ് നടക്കുന്നതെന്നും റോയി കെ പൗലോസ് കുറ്റപ്പെടുത്തി. രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത ധിക്കാരവും അഹങ്കാരവുമാണ് ജില്ലയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത്. ചിന്നക്കനാലിൽ റവന്യൂ ഭൂമിയിൽ ബോർഡ് സ്ഥാപിച്ചു. അതിൽ റവന്യൂ വകുപ്പിനും വീഴ്ചയുണ്ടെന്നും ചിന്നക്കനാലിൽ ഒരിഞ്ച് പോലും വനംവകുപ്പിന് ഭൂമിയില്ലെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ഒരു സമാന്തര സർക്കാരായി വനംവകുപ്പ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്നുള്ള മട്ടില്. അതിനൊരു മന്ത്രി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനിങ്ങനെ ഒരു മന്ത്രി അവിടെ ഇരിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. അദ്ദേഹം ഇതുവല്ലോ അറിയുന്നുണ്ടോ? ഉദ്യോഗസ്ഥന്മാരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. അവരുടെ തോന്നിവാസമാണ് നടക്കുന്നത്. രാജഭരണകാലത്ത് പോലും ഇല്ലാത്ത അഹങ്കാരവും ധിക്കാരവുമാണ് ഈ ജില്ലയിലെ പ്രത്യേകിച്ച് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ അനാസ്ഥയാണ് ഉണ്ടാകുന്നത്. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർ ജില്ലയ്ക്കെതിരായ വാദമുഖങ്ങൾ കോടതിയിൽ ഉയർത്തുകയാണെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. ഇവിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ഗവൺമെന്റ് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാർ ഈ ജില്ലയിലെ ജനങ്ങൾക്കെതിരായി നിരന്തരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വാദമുഖങ്ങൾ ഉയർത്തുന്നു. ആ വാദമുഖങ്ങളാണ് കോടതി മുഖവരയ്ക്ക് എടുക്കുന്നത്. അപ്പോൾ അമിക്കസ് ക്യൂറിയായിട്ട് ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും രണ്ട് പ്രധാനപ്പെട്ട അമിക്കസ് ക്യൂറികളെ ഈ ജില്ലയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ട്. അത് ഹരീഷ് വാസുദേവനെ പോലെയുള്ള ആളുകളെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അവരൊക്കെ തീവ്ര പരിസ്ഥിതിവാദികൾക്ക് വേണ്ടിയിട്ട് മുൻകാലങ്ങളിൽ ഈ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ജനങ്ങൾക്കെതിരായി നിരന്തരമായി ഇടപെട്ടിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾക്ക് ദ്രോഹകരമാകുന്ന ഓരോ വിധിയും സർക്കാർ ചോദിച്ചു വാങ്ങുകയാണ്. അതിനായി സർക്കാർ വക്കീലന്മാരെ ഉപയോഗിക്കുകയാണെന്നും വിധി വന്നാൽ കോടതിയുടെ മേൽച്ചാരി രക്ഷപ്പെടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അത്തരം കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്.